തൃശൂർ നിയോജകമണ്ഡലം തിരിച്ചുപിടിച്ച് UDF രാജൻ പല്ലനിലൂടെ നേടിയത് മികവാർന്ന വിജയം. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 60,290 വോട്ടുകൾക്കാണ് UDFന്റെ രാജൻ പല്ലൻ വിജയിച്ചത്. 26,803 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പും UDF അനുകൂല തരംഗവും തൃശൂരിൽ ഗുണം ചെയ്തതായി രാജൻ പല്ലൻ പറഞ്ഞു. തൃശൂരിൽ BJPക്ക് ജനങ്ങൾ മുൻപ് നൽകിയ അവസരത്തിൽ നിന്ന് അവർ പാഠം പഠിച്ചില്ല. BJPക്ക് മണ്ഡലത്തിൽ 3ാം സ്ഥാനം തന്നെയാണ് UDF കണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ തൃശൂരിൽ LDFും UDFും തമ്മിലായിരുന്നു മത്സരമെന്നത് തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നു. കൂടാതെ താൻ തൃശൂർ മേയർ ആയിരിക്കെയും 25 വർഷം കൗൺസിലറായും ചെയ്ത വികസന പ്രവർത്തനങ്ങളും വിജയഘടകമായെന്നും രാജൻ പല്ലൻ പറഞ്ഞു. BJPക്ക് 3ാം സ്ഥാനം തന്നെയാണ് ഞങ്ങളെല്ലാം കണ്ടിരുന്നത്. BJP ഒരു 2ാം സ്ഥാനം വരുമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളിലെ എല്ലാ BJPയുടെ പണമൊഴുക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ, ഒരു സാധാരണ നിയോജക മണ്ഡലത്തിൽ, ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണോ പറഞ്ഞു ചിലവാക്കുക അങ്ങനെ പറഞ്ഞു ചിലവാക്കിക്കൊണ്ടാണ് ഇവിടെ പ്രചരണം നടത്തിയത്. ആ പ്രചരണമാണ് സ്വാഭാവികമായിട്ട് BJP വലിയ സംഭവമാണ് എന്ന് തോന്നലുണ്ടാക്കിയത്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞിരുന്നു, ഇവിടെ UDFും LDFും തമ്മിലാണ് മത്സരം, BJP ആയിട്ടല്ല മത്സരം. അതുപോലെ തന്നെ സംഭവിച്ചു. പാർലമെന്റിൽ സുരേഷ് ഗോപിയെ വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂർ ചേർന്ന് വിജയിപ്പിച്ചു. പക്ഷെ അതനുസരിച്ച് അദ്ദേഹം ഉയർന്ന് പ്രവർത്തിച്ചില്ല. കേന്ദ്രമന്ത്രിയായിട്ട് പോലും തൃശൂരിനെ തിരിഞ്ഞു നോക്കിയില്ല. അതിനുള്ള മറുപടി കൂടിയാണ് ഈ റിസൾട്ട് എന്നാണ് എനിക്ക് കാണാൻ കരുതുന്നത്. ശരിയാണ്, സംസ്ഥാന ഗവൺമെന്റിനോടുള്ള എതിർപ്പും UDFിന് അനുകൂലമായിട്ടുള്ള തരംഗവും ഒപ്പം തന്നെ ഞാൻ മേയറായിരിക്കുമ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളും 25 വർഷം കൗൺസിലറായിട്ട് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ നോക്കി കണ്ടിട്ടുണ്ട്. അവർക്കത് അറിയാം, അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതും എനിക്ക് വോട്ടാവാൻ കാരണമായിട്ടുണ്ട്.